നമ്മുടെ മുഖത്തോട്ട് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പറ്റത്തില്ല. ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിച്ചിട്ട് വന്നാൽ മനോഹരമായ രണ്ട് വ്യക്തികൾ നിങ്ങളോട് മധുരമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുമോ കൊണ്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ നീയും പറഞ്ഞത്. പക്ഷെ ഞാൻ വേറൊരു ലാംഗ്വേജിലല്ലേ പറഞ്ഞേ. നീ ഇംഗ്ലീഷിലാണോ പറഞ്ഞത്? സാഹിത്യത്തിലാ പറഞ്ഞത്. ഈ സാഹിത്യം കേട്ട് കേട്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. എങ്ങനെ? അയ്യോ ഒന്നുമില്ല, അടിപൊളിയാകട്ടെ ഇവളുടെ സാഹിത്യം. എൻ്റെ പൊന്നോ, പറയാതിരിക്കുന്നതാണ് നല്ല. ഇവളുടെ സാഹിത്യം കേൾക്കണമെങ്കിൽ നമ്മൾ ഇവളുടെ കേൾക്കണം. ഷംനാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? ഷംന ഈസ് എ വെരി വണ്ടർഫുൾ ഗേൾ. വണ്ടർഫുൾ. ഓക്കെ ഓക്കെ, ഞാൻ വരാം. എങ്ങോട്ടാ? കഴിച്ചിട്ട് വരാന്ന്. ഇച്ചിരി പുട്ടും ബീഫും കഴിച്ചോട്ടെ ചെറുക്കൻ. മനുഷ്യന്മാർക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും പെടത്തില്ല. എന്താണ് അവസ്ഥ? ഞാനാണ് കഴിഞ്ഞ ദിവസം ഒരു ആപ്പിൾ കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നത്. ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ ആപ്പിൾ മുഴുവൻ നല്ല ചെത്തി ചെത്തി വായി വെച്ച് ചെറിയ കഷ്ണമായിട്ട് വെച്ച് കഴിപ്പിച്ചു. ഈ പല്ല് വെച്ച് കടിച്ചെടുത്ത് എന്റെ വായി വെച്ച്. നാളെ ഇനി പല്ല് വെച്ച് കടിച്ച് ജ്യൂസാക്കി ഓരോരുത്തരമ്മ. ഏത് സമയത്തായിരിക്കും? ആ സമയം കഴിഞ്ഞിട്ട് വന്നാൽ മതിയില്ലേ? എപ്പോഴാണെങ്കിലും വരുമല്ലോ ഇങ്ങോട്ട്. ഇനി നമ്മുടെ വീട്ടിൽ ആപ്പിൾ മേടിക്കത്തില്ല കേട്ടല്ലോ. വേറെ ജ്യൂസ്. വേറെ എന്ത് ജ്യൂസാ? പൈനാപ്പിൾ മേടിക്കും. അപ്പൊ നീ എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്നത്? അതെങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്നത് അറിയണമല്ലോ. ആ ഷംനാത്ത പോയി ടീച്ചറിന്റെ അതിനകത്ത്. എങ്ങനെയുണ്ട്? നമ്മള് സുന്ദരിന്ന് വിളിച്ച്, തങ്കക്കുടമയെന്ന് വിളിച്ച്. മാർച്ച് 3-ലേക്ക് മാർച്ച് 3 ആയിട്ട് പോലും ഇല്ല. ഇപ്പോഴേ നമ്മൾ മാർച്ച് 3 ജനിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 5-ാം തീയതി ഇക്കാടെ ബർത്ത്ഡേ ആണ്. പാർക്കിങ്ങൾ ഗിഫ്റ്റ് അയക്കണമെങ്കിൽ അയച്ചു കൊടുത്തോടെ. ഷംനാസ് ഹാപ്പിനെസ്സിലോട്ട് അയച്ചാണ്. എന്റെ പൊന്നി ഷംന, നീയോ? ഞാൻ പൊട്ടിക്കുന്നത്. ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് വീഡിയോ എടുത്ത് പൊട്ടിച്ചിട്ട് ഷോർട്സ് ആക്കി ഇടാറുണ്ട്. അത് സാധനം എന്തോന്നാലും നീ എടുത്ത് പൊട്ടിച്ചു കളയുന്നു? അല്ല, അങ്ങനെ തുറന്ന് കവർ ഓപ്പൺ ചെയ്തു. അങ്ങനെ. ഡേറ്റ് എന്താന്നാ പറഞ്ഞ? സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 എൻ്റെ, സെപ്റ്റംബർ 7 മമ്മൂട്ടിയുടെ, സെപ്റ്റംബർ 13 ആണോ 11 ഷാനിത്താടെ, 13 ഷാനിത്താടെ. ഇതൊക്കെ സന്തോഷമുള്ള ദിവസം. പിന്നെ സെപ്റ്റംബർ 1 ഒരു സങ്കടമുണ്ട്. ഒരു ചെറിയ സങ്കടമല്ല കേട്ടോ, ഒരു വലിയ സങ്കടം. എന്തോ ഭയങ്കര സങ്കടം. നോക്കട്ടെ ഏത് സിനിമ നടക്കുന്ന. സെപ്റ്റംബറിലും അതിന് സങ്കടവും സന്തോഷവും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ സ്ഥലം നജീബ് ഫുഡൊക്കെ കഴിക്കാൻ പോയോ? മറ്റേ ആ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ അങ്ങ് അത് വൈഫൈ ആണ് ആക്ക്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോൾ പുതിയ ഇത് കേട്ടായിരുന്നോ? ജിലേബിയും എണ്ണപ്പലഹാരം ഒന്നും കഴിക്കാൻ പാടില്ല, അതൊക്കെ ഹെൽത്തിന് ഭയങ്കര 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 മോശമാണെന്ന്. അങ്ങനെ ഒരു ഇത് വന്നു. അത് കാരണം അതിനും ഇങ്ങനെ സിഗരറ്റിന് പറയത്തില്ല ഇത് കഴിക്കാൻ പാടില്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. എനിക്ക് അതൊക്കെ വിൽക്കുന്ന കടയുടെ ഫ്രണ്ടിലും അതൊക്കെ ഇതാക്കുന്ന കടയുടെ ഫ്രണ്ടിലും എഴുതി വെക്കണമെന്ന്. എന്ന് വേണ്ടി ഞാൻ നോക്കാം എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തുറണം. ഇതാണ് എന്നെ കാണണം. എൻ്റെ ഫോണിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞാലത് കേൾക്കത്തുള്ളൂ. സങ്കടം വേണ്ട, സന്തോഷം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതേ ഒരാൾ ഇരിക്കുന്ന കണ്ടോ? ഇനിയിപ്പോൾ ആരെങ്കിലും കണക്ക് തോന്നുന്നുണ്ടോ? അബു സലീമിനെ കണക്ക് തോന്നുന്നുണ്ടോ? ബിജുമേനോനെ കണക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ആരൊക്കെയാ? ആരാണ്ടൊക്കെ പേര് ഇന്നലെ ആരാണ്ടോ വേറെ എന്തോ ഒരു പേര് പറഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. ബേസിലിന്റെ ചേട്ടനാണ്. ഇത് കണക്ക് തന്നെ പറഞ്ഞത്. ഇത് കണക്കത്തെ കുറേ പേരെ കണ്ടിട്ടുണ്ട് സ്കൂളിൽ കാണിച്ചപ്പോൾ. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ആരെങ്കിലും ചോദിച്ചിട്ട് കാണിക്കുമ്പോൾ അയ്യോ ഇതണക്കത്തെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാമെന്ന്. അപ്പം ഞാൻ തന്നെ കൺഫ്യൂഷൻ. ഇനിയിപ്പോൾ ഞാൻ റോഡിൽ പോകുമ്പോൾ എത്രയോ ആൾക്കാരെ കാണുമെന്ന് എനിക്കെങ്ങനെ അറിയാനാ? നീ ആരെയും കാണണ്ട, നീ വരുമ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ നോക്കട്ടെ. എല്ലാരും പറയുന്ന കുറെ ആൾക്കാർ മാർച്ച് 3 സുന്ദരിയെ ഇല്ല. മാർച്ച് 3 സുന്ദരിയെ നോക്കട്ടെ, വിളിയേക്കോ നോക്കട്ടെ. മാർച്ച് 3 സുന്ദരിയെ. മാർച്ച് 3 സുന്ദരി പോയി. റേഞ്ച് പറയുന്നുണ്ട് കേട്ടോ.